സ്റ്റഡി വിത്ത് ഗീത യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 49ാമത്തെ ഈ വീഡിയോയിൽ പൊതുവിജ്ഞാനത്തിലെ കറൻറ്റ് അഫയേഴ്സുമായി ബന്ധപ്പെട്ട 20 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നാഷണൽ അക്കാദമി ഓഫ് കോസ്റ്റൽ പോലീസ് ക്യാമ്പസ് നിലവിൽ വരുന്ന ദ്വാരക ഏതു സംസ്ഥാനത്താണ്? ഗുജറാത്ത്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പട്ടികവർഗ കുടുംബങ്ങൾക്ക് 200 തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കുന്ന പദ്ധതി ട്രൈബൽ പ്ലസ്. ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന് UGC അവതരിപ്പിക്കുന്ന പദ്ധതി സാരഥി. അടുത്തിടെ രൂപീകരിച്ച ചീറ്റ പ്രോജക്റ്റ് സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ രാജേഷ് ഗോപാൽ. 2023 മെയ്യിൽ ഛത്രപതി ശിവജിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത രാജ്യം മൗറീഷ്യസ്. ലോകത്ത് ആദ്യമായി ഗർഭസ്ഥ ശിശുവിന് മസ്തിഷ്ക ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ രാജ്യം അമേരിക്ക. പ്രഥമ ഗ്ലോബൽ ചെസ് ലീഗിന് വേദിയാകുന്നത് ദുബായ്. കേരളത്തിലെ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള സമഗ്ര ആരോഗ്യ കായിക വിദ്യാഭ്യാസ പരിപോഷണ പദ്ധതി ഹെൽത്തി കിഡ്സ്. സംസ്ഥാനങ്ങളിൽ നീതി ആയോഗിനു സമാനമായി നിലവിൽ വരുന്ന പുതിയ സംവിധാനം സ്റ്റേറ്റ് സപ്പോർട്ട് മിഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ ക്ലൈമറ്റ് ഫിലിം ഫെസ്റ്റിവലിന് വേദിയാകുന്ന നഗരം കൊൽക്കത്ത. കേരളത്തിലെ ആദ്യ സിനി ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് വെള്ളായണി. പ്രവാസി മലയാളികളെ കേരളത്തിലെ റവന്യൂ സംബന്ധമായ കാര്യങ്ങളിൽ സഹായിക്കുന്നതിനായി സർക്കാർ ആരംഭിക്കുന്ന പോർട്ടൽ പ്രവാസി മിത്രം. 2023 ONV പുരസ്കാര ജേതാവ് C. രാധാകൃഷ്ണൻ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സർവകലാശാല നിലവിൽ വന്നത് മഹാരാഷ്ട്ര. സ്വന്തം പേരിൽ മറ്റാരെങ്കിലും മൊബൈൽ ഫോൺ കണക്ഷൻ എടുത്തിട്ടുണ്ടോ എന്നറിയാൻ കേന്ദ്ര ടെലികോം വകുപ്പ് ആരംഭിച്ച പുതിയ പോർട്ടൽ സഞ്ചാർ സാഥി. കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളുടെ പിന്നാക്കാവസ്ഥ പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ജസ്റ്റിസ് KB കോശി കമ്മീഷൻ. പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ശില്പ ഗാലറി രൂപകൽപ്പന ചെയ്തത് ജയ ജെയ്റ്റ്ലി. താനൂർ ബോട്ടപകടത്തെക്കുറിച്ച് പഠിക്കുന്ന കമ്മീഷൻ ജസ്റ്റിസ് VK മോഹനൻ കമ്മീഷൻ. കേരളത്തിലെ ആദ്യ ഇന്റർനെറ്റ് അധിഷ്ഠിത ഭരണനിർവഹണ പഞ്ചായത്ത് കാട്ടാക്കട. മുണ്ടൂർ കൃഷ്ണൻകുട്ടി സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മുണ്ടൂർ കൃഷ്ണൻകുട്ടി പുരസ്കാരത്തിന് അർഹനായത് സാറ ജോസഫ്.